അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കൊണ്ടു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ ബിരിയാണിയിലേക്ക് ആവശ്യം അതൊക്കെ നമ്മൾ എടുത്ത് വെക്കുക. പിന്നെ ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ഈസി എനിക്ക് തോന്നുന്നത് വേറൊരു റൈസും ഉണ്ടാക്കാനില്ല എന്നാണ്. കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ തന്നെ ഉണ്ടോ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്നതും ബിരിയാണിയിലേക്ക് മസാല ഉണ്ടാക്കാൻ എടുക്കുന്നതും. അപ്പോൾ ഈ ഓയിൽ നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് നോക്കട്ടോ. അങ്ങനെ ഉള്ളി നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഇവിടുന്ന് മാറിയാൽ അപ്പം കരി കിട്ടും. ഞാനിങ്ങനെ ഉള്ളി മൂപ്പിക്കാൻ വെച്ചാൽ എപ്പോഴും അങ്ങനെ ഉണ്ടോ ഉണ്ടാവാറ്. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടോ. അതിന് ശേഷം ഞാൻ ചിക്കന് മസാലയാക്കി വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ നിങ്ങൾ ആദ്യം കണ്ടല്ലോ, ചിക്കനൊക്കെ മസാലയാക്കി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാണ്ടോ. ചിക്കൻ്റെ ഫ്രൈ ആക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയൊക്കെ ഈസിയാണല്ലോ. അപ്പോൾ ചിക്കൻ നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോട്ടെ കേട്ടോ. കാരണം നല്ലോണം അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണ്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ ഞാൻ 2 ട്രിപ്പായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടോ. ഇനി നമ്മൾ തീ ഓഫാക്കിയിട്ട് നമ്മൾ ബിരിയാണി വെക്കാനുള്ള പോട്ട് അടുപ്പത്ത് വെക്കാൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയ ഓയിൽ തന്നെ ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് വാടി വരട്ടോ. അപ്പോൾ സവാള വാടി വന്നിട്ട് അതിനുശേഷം പിന്നെ നമുക്ക് ഓരോ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത് വാടാൻ കുറച്ച് ഉപ്പിട്ടാൽ മതിയല്ലോ. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ, പെട്ടെന്ന് സവാള വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടുകയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമ്മളെ ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചതച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ റെഡിയാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ഈസി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ വാടി കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 2 സെക്കൻഡെങ്കിലും ഒന്ന് മൂടി വെക്കട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അങ്ങനെ അതൊക്കെ വാടിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പിന്നെ ആവശ്യമാണെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത്രയും റെഡിയായി കിട്ടിയാൽ പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അത് ഒന്നിങ്ങോട്ട് എന്താ പറയുക, ഈ മസാലയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എരിവിനായിട്ട് കൂടുതൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കൽ. എനിക്ക് തോന്നുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് കേട്ടോ. ലാസ്റ്റായിട്ട് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനിൽ ഈ മസാല പിടിക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഫ്രൈ ആക്കിയ ചിക്കനല്ലേ, അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഒരു 5 സെക്കൻഡെങ്കിലും അതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നാൽ ഈ ചിക്കനിലൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് ചിക്കനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. കാരണം നമ്മൾ റൈസ് ഇങ്ങനെ വിളമ്പിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാത്ത ചിക്കനൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് ആ മല്ലിയില ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ച തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. കാരണം തൈരൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പിന്നെ വീണ്ടും ഉപ്പൊന്ന് നോക്കിയെടുക്കാം കേട്ടോ. അപ്പുറത്ത് ഞാൻ ചോറിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റും ഇട്ടിട്ടുണ്ട്, ഏലക്ക പട്ട ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. അരി കഴുകി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം തിളച്ച് ഒന്ന് എന്താ പറയുക ഒരു 80% വെന്ത് വന്നാൽ മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ദം ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മസാലയൊക്കെ സെറ്റായിട്ടുണ്ടോ. അപ്പോൾ നല്ല സൂപ്പർ മസാല കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഇങ്ങനെ വാർക്കാനായ സമയത്ത് നമ്മൾ തുറന്ന് നോക്കിയിട്ട് നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് സെറ്റായത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഒത്തിരി 2 വാഴൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം റൈസ് ഇങ്ങോട്ട് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണെന്നറിയോ, നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് ദമ്മൊക്കെ തുറക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ വാഴൻ്റെ ഇലേൻ്റെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഹോളുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അടിയിൽ നിന്നും അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കയറിയിട്ട് റൈസിനൊക്കെ നമ്മുടെ ദം ബിരിയാണിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ വാർത്ത പാടെ ഇതിലേക്ക് ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി ലെയർ ഇടുമല്ലോ. ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക, നമ്മുടെ വറുത്ത് വെച്ച സവാള ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇട്ടു, രണ്ടാമത്തെ ലെയറും വീണ്ടും അങ്ങനെ തന്നെ ചെയ്യട്ടോ. അപ്പോൾ ഈ സമയത്ത് ബിരിയാണി എന്നൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കൊണ്ടിട്ടോ. പിന്നെ മുകളിലായിട്ട് ഞാനിത് RKG ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ഇത്തിരി മിൽമ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചോറിന് പ്രത്യേക ടേസ്റ്റിയാണല്ലോ. ലാസ്റ്റായിട്ട് ഇതാ ബാക്കി വന്ന നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇടുന്നില്ല, കാരണം എനിക്കിഷ്ടമാണെങ്കിലും മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ.
അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഫൈനലായിട്ട് ഇതാ അടച്ച് വെച്ചിട്ട് ദമ്മൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് ദമ്മിട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചോറ് കഴിക്കാനായിട്ട് തുറന്ന് നോക്കുമ്പോൾ അതിന് എന്താ മണം. നമ്മുടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പൊരിച്ച ചിക്കൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയുള്ളൂ. ഞാൻ ഇതിൻ്റെ പ്രത്യേകത പറയാൻ കാരണം നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഫ്രൈ ആക്കിയ ടേസ്റ്റും പിന്നെ ഈ മസാലയിൽ കടന്ന ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കുകൊണ്ടു. ഇതാ നമ്മുടെ റൈസിലൊക്കെ ഇതാ അടിയിൽ നിന്ന് ആവി കയറിയിട്ട് മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ്, മസാലിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, കാരണം നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.